ഒരിടവേളയ്ക്ക് ശേഷം T20 ലോകകപ്പ് ആവേശത്തിലേക്ക് ഉണരുകയാണ് മുഴുവൻ ക്രിക്കറ്റ് ലോകവും. ബംഗ്ലാദേശിന്റെ പിന്മാറ്റവും മറ്റും കൊണ്ട് ടൂർണമെന്റ് ആരംഭിക്കുന്നതിന് മുൻപേ വാർത്തകളിൽ ഇടം നേടിയ 10ാം എഡിഷന് ഫെബ്രുവരി 7-ാം തീയതിയാണ് തുടക്കമാകുന്നത്. ഇതുവരെ T20 ലോകകപ്പ് ചരിത്രത്തിൽ ഒരു ടീമും കിരീടം നിലനിർത്തിയിട്ടില്ല എന്ന ചരിത്രം തിരുത്താനാണ് നിലവിലെ ജേതാക്കളായ ഇന്ത്യ ഇറങ്ങുന്നത്. കണക്കിലും കടലാസിലും ഏറെ മുന്നിലുള്ള ഇന്ത്യ ആ നേട്ടത്തിലേക്ക് പൊരുതാൻ ഒരുങ്ങുമ്പോൾ ടൂർണമെന്റ് ചരിത്രത്തിലെ ഇന്ത്യയുടെ ക്ലാസിക് മൊമെന്റുകളാണ് സ്പോട്ടിഫൈ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് ഫ്ലിൻഡോഫിനോടുടക്കി ബ്രോഡിനു മേൽ ആറാട്ട് നടത്തിയ യുവിയുടെ ആ മാസ്മരിക ഇന്നിംഗ്സ് ആണ്. നോക്കാം 2007 ലോകകപ്പിലെ ആ യുവരാജ പ്രകടനം. ഇന്ത്യക്ക് ഇനിയും പകരക്കാരനെ കണ്ടുപിടിക്കാൻ പറ്റാതിരുന്ന താരമാണ് യുവരാജ് സിംഗ്. യുവി എന്ന് ആരാധകർ ഇഷ്ടത്തോടെ വിളിക്കുന്ന ആ ഇടം കയ്യനെ അടയാളപ്പെടുത്താൻ നിരവധിയായ മത്സരങ്ങളുണ്ട്. യുവിയുടെ ബാറ്റിംഗ് സംഹാര രൂപം പൂണ്ട നിരവധി അവസരങ്ങൾക്ക് നമ്മൾ സാക്ഷികളായിട്ടുമുണ്ട്. ഓസീസ് മണ്ണിൽ പൊരുതി നേടിയ സെഞ്ചുറിയും നാറ്റ് വെസ്റ്റ് ട്രോഫി വിജയവും ക്യാൻസറിനെ അടക്കിപ്പിടിച്ച് 2011 ലോകകപ്പിൽ നടത്തിയ പ്രകടനവുമെല്ലാം മനസ്സിലെത്തുമെങ്കിലും ആ പോരാളിയുടെ ചിത്രം കാണുമ്പോൾ ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിലേക്ക് ആദ്യം എത്തുക സ്റ്റുവർട്ട് ബ്രോഡിനെ പഞ്ഞിക്കിട്ട 2007 T20 ലോകകപ്പിലെ ആ ഓവറാണ്. യുവി ആറാടിയ ആ 6 പന്തുകൾ. ദക്ഷിണാഫ്രിക്കയിലെ കിങ്സ്മീഡ് മൈതാനത്ത് യുവിയോട് കോർത്തത് ആൻഡ്രൂ ഫ്ലിൻഡോഫ് ആയിരുന്നുവെങ്കിലും അതിന് പണി കിട്ടിയത് പാവം ബ്രോഡിനായിരുന്നു. 2007 സെപ്റ്റംബർ 19-നായിരുന്നു ക്രിക്കറ്റ് ലോകത്തെ അമ്പരപ്പിച്ച ആ ഇന്നിംഗ്സ്. ലോകകപ്പിന് മുൻപ് ഇംഗ്ലണ്ടിനെതിരെ നടന്ന ഏകദിന പരമ്പരയിൽ തന്റെ ഒരു ഓവറിൽ ഇംഗ്ലണ്ടിന്റെ മസ്കരാനസ് 5 സിക്സറുകൾ നേടിയതിനുള്ള പകരം വീട്ടൽ കൂടിയായി താരത്തിന്റെ ഈ പ്രകടനം. 2007 പ്രഥമ T20 ലോകകപ്പിലെ ഇംഗ്ലണ്ടിനെതിരായ സൂപ്പർ 6 മത്സരമായിരുന്നു അത്. കിവീസിനോട് ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ട ഇന്ത്യക്ക് ഇംഗ്ലണ്ടുമായുള്ള മത്സരം നിർണായകമായിരുന്നു. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് ഓപ്പണർമാരായ ഗംഭീറും സേവാഗും ചേർന്ന് മികച്ച തുടക്കം നൽകി. റോബിനുത്തപ്പ പുറത്തായ ശേഷം 17-ാം ഓവറിലാണ് യുവി ക്രീസിലെത്തുന്നത്. അപ്പോൾ ഇന്ത്യൻ സ്കോർ 3-171. 18-ാം ഓവർ ബൗൾ ചെയ്ത ഫ്ലിൻഡോഫിനെതിരെ യുവി തുടർച്ചയായി 2 ബൗണ്ടറികൾ നേടി. അതോടെ ഫ്ലിൻഡോഫ് പ്രകോപനപരമായി എന്തോ പറഞ്ഞു. യുവിയും വിട്ടുകൊടുക്കാതിരുന്നതോടെ അതൊരു വാക്കേറ്റമായി. ഒടുവിൽ അമ്പയർമാർ ഇടപെട്ടാണ് ആ അടി അവസാനിപ്പിച്ചത്. വർഷങ്ങൾക്ക് ശേഷം സ്പോർട്സ് ടെക്കിന് നൽകിയ അഭിമുഖത്തിൽ അന്നത്തെ ആ വാക്കേറ്റത്തെ കുറിച്ച് യുവി തുറന്നു പറയുന്നുണ്ട്. ഫ്ലിൻഡോഫിന്റെ ഒരു ഓവറിൽ ഞാൻ 2 ബൗണ്ടറികൾ നേടിയിരുന്നു. അത് രണ്ടും നല്ല പന്തുകളായിരുന്നു. എന്നിട്ടും ഞാൻ 4 അടിച്ചു. അത് ഫ്ലിൻഡോഫിനെ ദഹിച്ചിരുന്നില്ല. ആ ഓവറിന് ശേഷം ഞാൻ ക്രീസ് മാറുമ്പോൾ ഫ്ലിൻഡോഫ് എന്തോ വിളിച്ചു പറഞ്ഞു. എന്റെ ആ 2 ഷോട്ടുകളും കൊള്ളില്ല എന്നാണ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഇതു കേൾക്കാത്തതുപോലെ എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ച് ഞാൻ ഫ്ലിൻഡോഫിനടുത്തേക്ക് ചെന്നു. അത് പിന്നീട് വഴക്കായി. പുറത്തേക്ക് വന്നാൽ എന്റെ കഴുത്തറുക്കുമെന്ന് ഫ്ലിൻഡോഫ് വെല്ലുവിളിച്ചു. ഇതോടെ എനിക്ക് ദേഷ്യം വന്നു. ഈ ബാറ്റ് കൊണ്ട് നിന്റെ ഏതു ഭാഗത്താണ് തല്ലുക എന്ന് പറയാനാവില്ലെന്ന് ഞാൻ ഫ്ലിൻഡോഫിന് മറുപടി നൽകി. അമ്പയർ ഇടപെട്ടാണ് ആ പ്രശ്നം പരിഹരിച്ചത്, യുവി ഓർത്തെടുക്കുന്നു. എന്നാൽ അന്ന് യുവിക്ക് ഫ്ലിൻഡോഫിന് മറുപടി കൊടുത്ത് മതിയായില്ലായിരുന്നു. പിന്നാലെ 19-ാം ഓവർ എറിയാനെത്തിയത് ഇംഗ്ലണ്ടിന്റെ അന്നത്തെ കൗമാരക്കാരൻ പയ്യൻ സ്റ്റുവർട്ട് ബ്രോഡ് ആയിരുന്നു. ഫ്ലിൻഡോഫിനോടുള്ള കലിപ്പ് തന്റെ വില്ലോ വെച്ച് യുവി ബ്രോഡിന് കൊടുത്തപ്പോൾ ആ ഓവറിലെ 6 പന്തുകളും നിലം തൊടാതെ ഗാലറിയിലെത്തി. 19-ാം ഓവർ തുടങ്ങും മുമ്പ് കാര്യങ്ങൾ ഏറെക്കുറെ ശാന്തമായിരുന്നു. പക്ഷേ ആദ്യ പന്ത് കൗ കോർണറിലൂടെ സ്റ്റേഡിയത്തിന് പുറത്തെത്തി. 2-ാം പന്ത് ലെഗ് സ്റ്റംപ് ലൈനിൽ എറിഞ്ഞ ബ്രോഡിനെതിരെ യുവി ചെറിയൊരു ഫ്ലിക്കിലൂടെ ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിന് മുകളിലൂടെ പറത്തി. 2-ാം പന്തും സിക്സറിന് പറന്നതോടെ ക്യാമറ കണ്ണുകൾ ഫീൽഡ് ചെയ്തിരുന്ന ഫ്ലിൻഡോഫിന്റെ മുഖം ഒപ്പിയെടുത്തു. ഒരു ചെറു പുഞ്ചിരി മാത്രമായിരുന്നു അപ്പോൾ ആ മുഖത്ത്. വരാനിരിക്കുന്നത് അതിലും വലുതാണെന്ന് അദ്ദേഹത്തിനപ്പോൾ അറിയില്ലല്ലോ. 3-ാം പന്ത് ഓഫ് സ്റ്റംപ് ലൈനിൽ വലതുകാൽ വശത്തേക്ക് പിൻവലിച്ച് യുവി അത് ലോങ് ഓണിന് മുകളിലൂടെ അതിർത്തി കടത്തി. 4-ാം പന്തിൽ ബ്രോഡിന് പിഴച്ചു. അത് ഫുൾ ടോസ്. അതും യുവി ബാക്ക്വേർഡ് പോയിന്റിന് മുകളിലൂടെ അതിർത്തി കടത്തി. 4 പന്തും അതിർത്തി കടന്നതോടെ മൈതാന മധ്യത്ത് ബ്രോഡിന് ചുറ്റും ഇംഗ്ലണ്ട് താരങ്ങളുടെ ഒരു ടീം മീറ്റിംഗ് തന്നെയായിരുന്നു. 5-ാം പന്ത് യുവിയുടെ ബാറ്റിൽ നിന്ന് ഉയർന്നു പൊങ്ങി മിഡ് വിക്കറ്റിന് മുകളിലൂടെ അതിർത്തി കടന്നു. 6-ാമത്തെയും അവസാനത്തെയും പന്തും ലോങ് ഓണിന് മുകളിലൂടെ അതിർത്തി കടന്നതോടെ കമന്ററി ബോക്സിൽ നിന്ന് രവി ശാസ്ത്രി ആർത്തു വിളിക്കുകയായിരുന്നു. വെറും 12 പന്തിൽ നിന്ന് യുവിക്ക് അർദ്ധ സെഞ്ചുറി, ഒപ്പം വേഗത്തിൽ 50 തികച്ച റെക്കോർഡും. ഇന്നും ആ റെക്കോർഡ് യുവിയുടെ പേരിൽ തന്നെ തുടരുന്നു.
അന്ന് 16 പന്തിൽ 7 സിക്സറും 3 ബൗണ്ടറികളും അടക്കം 58 റൺസുമായി യുവി അവസാന ഓവറിലെ 5-ാം പന്തിൽ മടങ്ങിയപ്പോൾ ഇന്ത്യൻ സ്കോർ 4-ന് 218 റൺസിലെത്തിയിരുന്നു. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് തകർത്തടിച്ചെങ്കിലും 19-ാം ഓവറിലെ യുവിയുടെ ആ പ്രകടനം ആവർത്തിക്കാൻ ഇംഗ്ലീഷ് നിരയിൽ ആളുണ്ടായില്ല. 20 ഓവർ അവസാനിച്ചപ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 200 റൺസിലെത്താനേ അവർക്കായുള്ളൂ. 18 റൺസിന്റെ തോൽവി. വെറും 18 റൺസിനാണ് ഇംഗ്ലണ്ട് തോറ്റതെന്ന് അറിയുമ്പോഴാണ് യുവിയുടെ ആ വെടിക്കെട്ട് ഓവറിന്റെ വില നമുക്ക് മനസ്സിലാകുന്നത്. സിക്സർ പരമ്പരയിലൂടെ യുവരാജ് ക്രീസിലെ പ്രതികാരത്തിന്റെ കൊടുമുടിയാണ് അന്ന് കീഴടക്കിയത്. പകരത്തിനു പകരം ചെയ്യാനുള്ള ആവേശം മനസ്സിൽ നുരഞ്ഞു പൊന്തുമ്പോൾ അത് ശരീരത്തിലേക്കും ആവേശിക്കും. ആരെങ്കിലും ഒന്ന് പ്രകോപിപ്പിക്കണമെന്ന് മാത്രം. പിന്നെ സ്വയം മറന്ന ഒരു തരം ഉറഞ്ഞുതുള്ളലായിരിക്കും. യുവരാജിന്റെ ക്രിക്കറ്റ് ലാംഗ്വേജ് തന്നെ അതായിരുന്നു. യുവരാജ് വിരമിച്ച് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും താരത്തിനൊത്ത പകരക്കാരനെ കണ്ടെത്താൻ ഇന്ത്യൻ ക്രിക്കറ്റിന് ഇനിയുമായിട്ടില്ലെന്ന നിരാശ കൂടിയുണ്ട് ഒരു ലോകകപ്പ് കൂടിയെത്തുമ്പോൾ ഇന്ത്യക്ക്. ഇതുപോലെ ഒരു താരം ഇനിയുണ്ടാകുമോ എന്ന ചോദ്യവും ഇപ്പോഴും അതുപോലെ ബാക്കി നിൽക്കുന്നു.